Hi all, welcome to School Guru Learning App. നമ്മൾ സയൻസിലെ 6th ചാപ്റ്റർ ആയിട്ടുള്ള ലൈഫ് പ്രോസസ്സസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമ്മളതിൻ്റെ 2 സെഷൻസ് കഴിഞ്ഞു, ഇതിൻ്റെ 3ാമത്തെ സെഷനിലേക്ക് വരാം. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ലൈഫ് പ്രോസസ്സുകളെ കുറിച്ചാണ്. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്രോസസ്സ്, നമ്മുടെ ലൈഫിനകത്ത് നടക്കുന്ന ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്രോസസ്സിനെ കുറിച്ചാണ്. സോ നമ്മൾ ആനിമൽസിൻ്റെ കേസ് പറഞ്ഞു, പ്ലാന്റ്സിൻ്റെ കേസ് പറഞ്ഞു, ഇതൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ പറഞ്ഞു പോയി. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് പ്രോസസ്സ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ന്യൂട്രീഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞു. ന്യൂട്രീഷൻ 2 രീതിയിലാണ് എന്ന് നമ്മൾ പറഞ്ഞു. വൺ ഈസ് ഓട്ടോട്രോഫിക് ആൻഡ് അനദർ വൺ ഈസ് ഹെറ്ററോട്രോഫിക്. സോ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ സ്റ്റഡി നമ്മൾ കഴിഞ്ഞ സെഷനിൽ നടത്തിയതാണ്. ആസ് പാർട്ട് ഓഫ് ദാറ്റ് പ്ലാന്റ്സും അതുപോലെ സം ബാക്ടീരിയാസും എന്താണ് ഓട്ടോട്രോഫിക് ആണ് എന്നുള്ള ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് വന്നു. ഇനി പ്ലാന്റ്സ് എങ്ങനെയാണ് ഓട്ടോട്രോപ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, ഹൗ ഡു ദേ സിന്തസൈസ് ഫുഡ് എന്ന് പറയുന്ന ഒരു പാർട്ടിനെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ആസ് ഫോട്ടോസിന്തസിസ് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. സോ ഫോട്ടോസിന്തസിസിൻ്റെ ഒരു ഡീറ്റെയിൽ സ്റ്റഡി നമ്മൾ നടത്തിയിട്ടുണ്ട്. സോ അതാണ് ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ. ഇനി രണ്ടാമത്തെ മോഡ് ഓഫ് ന്യൂട്രീഷൻ, ദാറ്റ് ഈസ് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ, ആൻഡ് വി ആർ നൗ ഗോയിങ് ഫോർ ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ. നോക്കാം, ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മക്കളെ, കോംപ്ലക്സ് ഫുഡ് സബ്സ്റ്റൻസസിനെ അല്ലെങ്കിൽ കോംപ്ലക്സ് മെറ്റീരിയലിനെ ഇവിടെ സോഴ്സ് ഓഫ് എനർജി ആയിട്ട് കൺസിഡർ ചെയ്ത് അതിനെ കൺസ്യൂം ചെയ്ത് ചെയ്യുന്ന ഒരു മോഡ് ഓഫ് ന്യൂട്രീഷനെ നമ്മൾ വിളിച്ച പേരാണെന്ത്? ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ. നോക്കാം, നമുക്ക് അതിൻ്റെ ഡയലോഗ്സിലേക്ക് പോകാം. ഈച്ച് ഓർഗാനിസം ഈസ് അഡാപ്റ്റഡ് ടു ഇറ്റ്സ് എൻവിയോൺമെൻറ്റ്. ഏതൊരു ഓർഗാനിസവും അതിൻ്റെ എൻവിയോൺമെൻ്റായിട്ട് അഡാപ്റ്റീവായിട്ടാണ് മുന്നോട്ട് പോകാറ്. ദ ഫോം ഓഫ് ന്യൂട്രീഷൻ ഡിഫേഴ്സ് ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ആൻഡ് അവൈലബിലിറ്റി ഓഫ് ഫുഡ് മെറ്റീരിയൽ ആസ് വെൽ ആസ് ഹൗ ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ദ ഓർഗാനിസം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോം ഓഫ് ന്യൂട്രീഷൻ എപ്പോഴും എന്ത് ചെയ്യും? അവൈലബിലിറ്റി ഓഫ് ഫുഡ് മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മറിയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, വെദർ ദ ഫുഡ് സോഴ്സ് ഈസ് സ്റ്റേഷനറി. ഒരു സ്റ്റേഷനറി ആണ് ഫുഡ് സോഴ്സ് എന്ന് വിചാരിച്ചോ, സച്ച് ആസ് ഗ്രാസ്, ഓർ മൊബൈൽ, അതായത് മൂവബിൾ ആണ്, സച്ച് ആസ് ഡിയർ, would allow for differences in how the food is assessed and what is the nutritive apparatus used by a cow and a lion. There is a range of strategies by which the food is taken in and used by the organism. Some organisms break down the food material outside the body and then absorb it. Examples, fungi like bread molds, yeast, mushrooms. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഓർഗാനിസം എന്ത് ചെയ്യുന്നുണ്ട്? ഹെറ്ററോട്രോപ്സ് ആയിട്ടുള്ള ഓർഗാനിസം എന്ത് ചെയ്യുന്നുണ്ട്? ഫുഡ് മെറ്റീരിയൽസിനെ ഔട്ട്സൈഡ് ദ ബോഡിയിൽ നിന്ന് പ്രോസസ്സ് ചെയ്തിട്ടാണ് ഇൻടേക്ക് ചെയ്യുന്നത്. എന്നാൽ ചിലത് എന്ത് ചെയ്യുന്നുണ്ട്? ഉള്ളിലേക്ക് കൺസ്യൂം ചെയ്തിട്ട് മാത്രമാണ് അവിടെ നിന്ന് ഇതാക്കുന്നത്. അത്തരത്തിലുള്ള ഓർഗാനിസത്തിൻ്റെ എക്സാമ്പിളാണ് ബ്രെഡ് മൗൾഡ് ഫംഗസ്, അതുപോലെ തന്നെ ഈസ്റ്റും മഷ്റൂം. ഇതൊക്കെ എന്താ ചെയ്യുന്നത്? ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് എവിടെയാണ്? ഔട്ട്സൈഡ് ദ ബോഡിയാണ്. ഓക്കെ. എന്നാൽ നേരത്തെ നമ്മൾ പറഞ്ഞ എല്ലാം, ഡിയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡിയറിനെ കൺസ്യൂം ചെയ്യുന്ന ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്റ്റേഷനറി ഫുഡിനെ കൺസ്യൂം ചെയ്യുന്ന ആയിക്കോട്ടെ, അങ്ങനെയുള്ള ന്യൂട്രീഷൻസ് ആയിക്കോട്ടെ, ഒരു കവ്വോ ലയണോ അല്ലേ, ഈ ഗ്രാസിനെ കൺസ്യൂം ചെയ്യുന്ന കവ്വാണ്. ഈ ഡിയറിൻ്റെ കേസ് പറഞ്ഞ ലയണിൻ്റെ ആണ്, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഇനി ഈ കവ് ആയിക്കോട്ടെ, ലയൺ ആയിക്കോട്ടെ ഒക്കെ എന്താണ്? ഇൻസൈഡ് ദ ബോഡീൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ബ്രേക്ക് ഡൗൺ ഓഫ് ദ ഫുഡ് മെറ്റീരിയൽ നടത്തുന്നത്. ഇനി others take in whole material and break it down inside their body. Others എന്താ ചെയ്യുന്നത്? എല്ലാം ഉള്ളിലേക്ക് എടുത്ത് ഉള്ളിൽ നിന്നാണ് ബ്രേക്ക് ഡൗൺ നടത്തുന്നത്. What can be taken in and broken down depends on the body design and function. ആ ജീവിയുടെ, ആ ഓർഗാനിസത്തിൻ്റെ ബോഡി ഡിസൈനിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് എങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യണം, എങ്ങനെയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യണം എന്നുള്ളത് ഇത് ഡിസൈഡ് ചെയ്യുന്നത്. Some other organisms derive nutrition from plants or animals without killing them. എന്നാൽ ചില ഓർഗാനിസം മറ്റൊരു ലിവിങ് ബീയിങ്ങിനെ കില്ല് ചെയ്യാതെ, ഡിസ്ട്രോയ് ചെയ്യാതെ ന്യൂട്രീഷൻ എടുക്കുന്നതുമുണ്ട്. ദിസ്
Parasitic nutritive strategy is used by a wide variety of organisms like cuscuta, ticks, lice, leeches and tapeworms. സോ അങ്ങനെയുള്ള ന്യൂട്രിറ്റീവ് സ്ട്രാറ്റജീനെ നമ്മൾ വിളിച്ച പേരാണ് പാരസൈറ്റിക് ന്യൂട്രിറ്റീവ് സ്ട്രാറ്റജി. പാരസൈറ്റ്സ് എന്ന് നമ്മൾ വിളിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ എവിടെയാണോ ഉള്ളത്, അല്ലെങ്കിൽ അവ എന്തിൽ നിന്നാണോ ന്യൂട്രീഷൻ എടുക്കുന്നത്, ആ എടുക്കുന്ന സോഴ്സ് അതെന്തായിക്കോട്ടെ അതിനെ എന്ത് ചെയ്യില്ല, കില്ല് ചെയ്യില്ല, പകരം പാരസൈറ്റ്സ് ആയി മാറുന്നു. അവയിൽ നിന്നും എന്ത് ചെയ്യുന്നു, ന്യൂട്രീഷൻ എടുക്കുന്നു. അതിൻ്റെ എക്സാമ്പിളാണ് ഒന്ന് കസ്ക്യൂട്ട, എത്തിൽ കണ്ണി എന്നൊക്കെ പറയും. വലിയ മരത്തിൻ്റെ മുകളിൽ പറ്റിപ്പിടിച്ച് വരുന്ന ചെറിയ ചെറിയ വള്ളികളില്ലേ, അതിനെയാണ് കസ്ക്യൂട്ട എന്ന് വിളിക്കുന്നത്. ഇനി ടിക്സ്, അതുപോലെ ലൈസ്, ലീച്ചസ്, ടേപ്വോംസ്, ചെള്ള്, അതുപോലെ പാൻ, തലയ്ക്കകത്തൊക്കെ ഉണ്ടാവുന്ന പാനില്ലേ, ആ പാന്, ലീച്ചസ്, അട്ട, ടേപ്വോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ പറയുക, ഈ വയറ്റിനകത്ത് കൊക്കപ്പുഴാണെന്നൊക്കെ പറയല്ലേ, അത്തരത്തിലൊരു സാധനമാണ് ഈ ടേപ്വോം. ഈ മണ്ണിലൂടെയൊക്കെ നമ്മളെ ഭക്ഷണം എന്താ പറയുക, മണ്ണിലൂടെയാണ് ഇത് പകരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നത്. ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ നമ്മൾ കൈ കഴുകാത്തൊക്കെ കാരണം നമ്മളെ വയറ്റിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റസ്റ്റൈനിലേക്ക് വന്ന് പെടുന്നതാണ് ഈ ടേപ്പ് വോംസ് ഒക്കെ. ഓക്കെ, സോ ഇതൊക്കെ എന്താണ്, പാരസൈറ്റ്സ് ആണ്. സോ ഇതൊക്കെ പാരസൈറ്റിക് ന്യൂട്രിറ്റീവ് സ്ട്രാറ്റജിയാണ്. ഇതും എന്താണ്, ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ്റെ അണ്ടറിൽ വരുന്നത് തന്നെയാണ്. ഓക്കെ, പക്ഷെ പാരസൈറ്റ്സ് ആയിട്ടാണ് അതെന്ത് കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ സാപ്റ്റോട്രോഫിക് ഉണ്ട്, അതുപോലെ തന്നെ പാരസൈറ്റിക് ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് ഓഫ് ന്യൂട്രീഷൻസും ഇതിൻ്റെ അണ്ടറിൽ തന്നെ വേറെയും വരുന്നുണ്ട്. ഹോളോസോയിക് ഉണ്ട്, ഓക്കെ, മീസോസോയിക് ഉണ്ട്, അങ്ങനെ ഓരോന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി അടുത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് ഹൗ ഡു ഓർഗാനിസം ഒബ്ടൈൻ ദെയർ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞ പോർഷനാണ്. എങ്ങനെയാണ് ഓർഗാനിസം എന്ത് ചെയ്യുന്നത്, അവരുടെ ന്യൂട്രീഷൻ എടുക്കുന്നത്. സോ സിൻസ് ദ ഫുഡ് ആൻഡ് ദ വേ ഈസ് ഒബ്ടൈൻ ഡിഫർ, ഫുഡ് കഴിക്കുന്ന വഴി അല്ലെങ്കിൽ ഒബ്ടൈൻ ചെയ്യുന്ന വഴി ഡിഫറെൻ്റ് ആണെങ്കിലും ദ ഡൈജസ്റ്റീവ് സിസ്റ്റം ഈസ് ഡിഫറെൻറ്റ് ഇൻ വേരിയസ് ഓർഗാനിസം. ഓരോ ഓർഗാനിസത്തിൻ്റെയും ഡൈജസ്റ്റീവ് സിസ്റ്റം വ്യത്യസ്തമാണ്. ഇൻ സിംഗിൾ സെൽഡ് ഓർഗാനിസം ദ ഫുഡ് മേ ബി ടേക്കൺ ഇൻ ബൈ ദ എൻറ്റയർ സർഫസ്. സിംഗിൾ സെൽഡ് ഓർഗാനിസം മക്കളെ എപ്പോഴും കൺസ്യൂം ചെയ്യുമ്പം ആ സെല്ലിൻ്റെ എൻറ്റയർ സർഫസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഫുഡിനെ കൺസ്യൂം ചെയ്യുക എന്നാണ് ഉദ്ദേശിച്ചത്. ബട്ട് ആസ് ദ കോംപ്ലക്സിറ്റി ഓഫ് ദ ഓർഗാനിസം ഇൻക്രീസസ്, ഇനി സിംഗിളിൽ നിന്നും അത് മൾട്ടി സെല്ലുലാറായി മാറുമ്പോൾ കോംപ്ലക്സിറ്റി കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് സ്പെഷ്യൽ ഫങ്ഷൻസും ഡിഫറെൻറ്റ് ഫങ്ഷൻസും അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്പെഷ്യലൈസ്ഡ് സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, സെല്ലിൽ നിന്ന് ടിഷ്യൂവിൽ നിന്ന് ഓർഗനിൽ നിന്ന് ഓർഗൻ സിസ്റ്റം. ഓക്കെ, so for example amoeba takes in food using temporary finger-like extensions of cell surface which fuse over the food particles forming a food vacuum. Temporary finger-like extensions, എന്താണ് temporary finger-like extensions, അത് ഒരു ഫുഡ് വാക്യൂൾ പോലെ രൂപപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഇതൊരു അമീബയുടെ ഒരു ഫിഗറാണ്. കണ്ടോ, ഈ സെല്ലിലേക്ക് ഫുഡ് പാർട്ടിക്കിളിനെ കൺസ്യൂം ചെയ്യാൻ വേണ്ടി, കണ്ടോ ഈ പറയുന്ന അമീബ സെല്ല് കണ്ടില്ലേ, ഒരു ഫുഡ് വാക്യൂള് പോലെ ഒരു സ്യൂഡോപോഡിയ എന്ന് പറയുന്ന ഒരു പോർഷൻ ഫോം ചെയ്യുന്നു. ദ റിമൈനിങ് അൺഡൈജസ്റ്റഡ് മെറ്റീരിയൽ inside the food vacuole complex substances are broken down into simpler ones which then diffuse into the cytoplasm. The remaining undigested material is moved to the surface of the cell and thrown out. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന അമീബ ഈ സെല്ലിൻ്റെ സ്ട്രക്ചറൊക്കെ മാറ്റി, അല്ലെങ്കിൽ അതിലേക്ക് ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു പാർട്ട് വന്ന് സ്യൂഡോപോഡിയ എന്നാണ്, എക്സ്റ്റേണൽ അല്ല, അത് അമീബേൻ്റെ പാർട്ട് തന്നെയാണ്, എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന ഫുഡ് പാർട്ടിക്കിളിനെ കൺസ്യൂം ചെയ്യാൻ വേണ്ടി സ്യൂഡോപോഡിയ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഫോം ചെയ്ത് അതിനെ ഉള്ളിലേക്ക് എടുത്ത് ഫുഡ് വാക്യൂൾ വഴി എന്ത് ചെയ്ത് ഉള്ളിലേക്ക് എടുത്തതിന് ശേഷം അതിനെ നശിപ്പിച്ച് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് അതിൻ്റെ ബേസ് മെറ്റീരിയലിനെ പുറമേക്ക് റിലീസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ന്യൂട്രീഷനാണ് അമീബ എന്ത് ചെയ്യുന്നത്, സ്വീകരിച്ചു വരുന്നത്. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ മറ്റൊന്നാണ് പാരമീസിയം. പാരമീസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഓർഗാനിസമാണ്, വിച്ച് ഈസ് ഓൾസോ എ യൂണിസെല്ലുലാർ ഓർഗാനിസം. അതും യൂണിസെല്ലുലാർ ഓർഗാനിസമാണ്. ദ സെൽ ഹാസ് എ ഡെഫിനിറ്റ് ഷേപ്പ്, അതിനൊരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, അമീബയ്ക്ക് ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല. ആൻഡ് ഫുഡ് ഈസ് ടേക്കൺ ഇൻ അറ്റ് എ സ്പെസിഫിക് സ്പോട്ട്. ഒരു സ്പെസിഫിക് സ്പോട്ടിലൂടെ മാത്രമേ പാരമീസിയം ഫുഡ് ഉള്ളിലേക്ക് എടുക്കുള്ളൂ, അമീബയ്ക്ക് അങ്ങനെ ഇല്ല. മനസ്സിലായില്ലേ? ഇത് രണ്ടും യൂണിസെല്ലുലാറാണ്, പക്ഷെ രണ്ട് രീതിയിലാണ് ന്യൂട്രീഷൻ വരുന്നത്. ഫുഡ് ഈസ് മൂവ്ഡ് ടു ദിസ് സ്പോട്ട് ബൈ ദ മൂവ്മെന്റ് ഓഫ് സീലിയ. ഫുഡ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? ഇവിടെ സ്യൂഡോപോഡിയൻ്റെയും ഫുഡ് വാക്യൂളിൻ്റെയും സഹായത്താലെയാണെങ്കിൽ ഇവിടെ മൂവ്മെന്റ് ഓഫ് സീലിയ വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഫുഡ് മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫുഡ് ഉള്ളിലേക്ക് എടുക്കുന്നത്, അല്ലെങ്കിൽ വിത്തിൻ ദ ബോഡീൻ്റെ ഉള്ളിൽ മൂവ്മെൻറ്റ് നടക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? പെർഫെക്റ്റ് ഓക്കെ ആണോ? സോ
നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോട്രോഫിക് ന്യൂട്രീഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ഫുഡ് സ്വന്തമായിട്ട് ഇവർ സിന്തസൈസ് ചെയ്യുന്നില്ല, മറ്റു പലതിൽ നിന്നും ഫുഡ് കൺസ്യൂം ചെയ്യുകയാണ്. അപ്പം അതിൽ തന്നെ പല കാറ്റഗറി വരുന്നുണ്ട്. ആ കാറ്റഗറിയിൽ പെടാതെ തന്നെ അല്ലെങ്കിൽ ആ കാറ്റഗറിയിൽ പെട്ടുകൊണ്ട് തന്നെ ഓരോ യൂണിസെല്ലുലാർ ഓർഗാനിസം, പല കൈൻഡ്സ് ഓഫ് യൂണിസെല്ലുലാർ ഓർഗാനിസം ഉണ്ട്, മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ഉണ്ട്. ഇവയിലൊക്കെ ഈ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിലൊക്കെ ഈ ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ തന്നെ പല രീതിയിലാണ് നടക്കുന്നത്. ചിലതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഈ സീലിയേൻ്റെ കേസ് പറഞ്ഞ പോലെ പാരമീഷ്യത്തിൻ്റെ അങ്ങനെ ഓരോ സ്ട്രക്ചേഴ്സൊക്കെ ഉണ്ട്. അതൊക്കെ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സാണ്. ഇതൊക്കെ ഈ പറഞ്ഞ ന്യൂട്രീഷന് സഹായിക്കുന്ന രീതിയിലാണ്. ഓക്കെ, ഇതൊക്കെ ഒരു സ്മോളർ ലെവൽ ഓഫ് ഓർഗനൈസേഷനിലുള്ള അല്ലെങ്കിൽ സ്മോൾ ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ സിമ്പിൾ ലെവൽ ഓഫ് ഓർഗനൈസേഷനിലുള്ള ചില ഓർഗാനിസത്തിൻ്റെ കേസ് മാത്രമായിട്ടാണ് നമ്മൾ പറഞ്ഞത്. സോ അമീബയുടെ ന്യൂട്രീഷൻ നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. ഇത് ABCD എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. സോ ഇത് ന്യൂക്ലിയസ് ആണ്, ഇത് ഫുഡ് പാർട്ടിക്കിൾ വരുന്നു, ഇത് സ്യൂഡോപോഡിയാണ്, ഇത് ഫുഡ് വാക്യൂളാണ്, ഇത് ഫുഡ് പാർട്ടിക്കിളാണ് എന്നുള്ളതൊക്കെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ന്യൂട്രീഷൻ ഇൻ ഹ്യൂമൻ ബീങ് ആണ്. മനുഷ്യൻ എങ്ങനെയാണ് ന്യൂട്രീഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ കേസിൽ എങ്ങനെയാണ് ന്യൂട്രീഷൻ പോസിബിൾ ആവുന്നത്, എന്തൊക്കെ പ്രോസസ്സിലൂടെയാണ് അത് നടക്കുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം. സോ എനിവേ താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.